നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എത്ര കാര്യങ്ങൾ നമ്മൾ മറക്കാതെ സൂക്ഷിച്ചിട്ടുണ്ടാവും. എത്രയോ ആൾക്കാരോട് നമുക്ക് ദേഷ്യവും വൈരാഗ്യവും ഉണ്ടായിരിക്കും. അവർ കാരണം എന്തെല്ലാം കണ്ണീര് ഞാൻ കുടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതൊക്കെ നിങ്ങളുടെ ലൈഫിൻ്റെ ഫ്യുവലാണെന്ന് മാത്രം നിങ്ങൾ വിചാരിച്ച് അവരോടൊക്കെ നന്ദിയുള്ളവരായിരിക്കുക. ചിലപ്പം അവർ കുത്തിയ ഒരു കുത്തായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പം നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ നിൽക്കുന്നത്. ചിലപ്പം ചില കളിയാക്കലുകളായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ എത്ര തവണ ആരും കാണാതെ നമ്മുടെ മുറിക്കുള്ളിലിരുന്ന് നമ്മൾ പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ആയിരിക്കാം നമ്മുടെ ലൈഫിലുണ്ടായ പല കഷ്ടപ്പാടുകളും നമുക്ക് തരണം ചെയ്ത് നമ്മൾ തീച്ചൂളയിൽ കടന്നുരുകി നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ ആരുടെയെങ്കിലുമൊക്കെ കളിയാക്കലുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളെല്ലാവരോടും നന്ദിയുള്ളവരായിരിക്കണം. ജീവിതത്തിൻ്റെ ഒരു കഷ്ടപ്പാടുകളും അറിയാതെ കംഫർട്ട് സോണിൽ നിന്നിട്ട് ഇന്ന് വരെ ആരും ഒരിടത്തും എത്തിയ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. എല്ലാവരും അവരുടെ കംഫർട്ട് സോൺ പൊട്ടിച്ചിട്ട് തന്നെയായിരിക്കും വീടിൻ്റെ 4 ചുവരുകളിൽ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ഇരുന്നൊന്നും അല്ല ആരും ഒന്നും നേടിയെടുത്തേക്കുന്നത്. അവരിറങ്ങിയിട്ടുണ്ടാവാം, അവർ രാത്രി പകലാക്കിയിട്ടുണ്ടാവാം, ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരിക്കത്തില്ല ദിവസങ്ങളോളം മാസങ്ങളോളം, അവരുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ട് തന്നെയായിരിക്കാം ഓരോരുത്തരും ഓരോ പൊസിഷനിലെത്തി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കംഫർട്ട് സോൺ എന്ന് പറയുന്ന ആ ഒരു സോൺ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ജീവിതത്തിലോട്ട് വാശിയോടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ മനുഷ്യർക്കും ഓരോന്നും നേടിയെടുക്കാൻ പറ്റും. അവരുടെ സ്വപ്നങ്ങളുടെ പുറകെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനുവേണ്ടി ഊണും ഉറക്കവും കളഞ്ഞ് നിങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ അതിനുവേണ്ടി ഇഷ്ടംപോലെ തെറിവിളികൾ കേട്ടിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ എല്ലാത്തിൻ്റെയും ഉത്തരവാണ് നിങ്ങൾ നിൽക്കുന്ന ഒരു ദിവസം, നിങ്ങളെല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു ദിവസം എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കും. അതൊരു ഉറപ്പാണ്.